നമസ്കാരം. ഞങ്ങൾ NSS മോചന കർമ്മസമിതി എന്നൊരു പ്രസ്ഥാനം ആലുവ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. എൻ്റെ പേര് മുക്കാപ്പുഴ നന്ദകുമാർ. ഞാൻ കളമശ്ശേരി പള്ളിരാങ്കര എന്ന് പറയുന്ന കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം സുരേഷ് ബാബു, അദ്ദേഹം ആലുവയിലെ അശോകപുരം എന്ന കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇദ്ദേഹത്തെ കോട്ടയം നിവാസികളോട് പരിചയപ്പെടുത്തേണ്ട എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുപരിചിതനായ അയർക്കുന്നം രാമൻ നായർ, നമ്മുടെ NSSൻ്റെ നായർ യൂത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞ് ഭാസ്കരൻ നായർ NSS പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ നായർ യുവാക്കൾക്ക് വേണ്ടി സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. കൂടാതെ ശബരിമല ദേവസ്വത്തിൻ്റെ ശബരിമല സന്നിധാനത്തെ PRO കൂടിയായിരുന്നു. ഇപ്പോൾ ഇത് പ്രതിനിധിയായിരുന്നില്ലേ, NSSൻ്റെ പ്രതിനിധി സഭ അംഗം കൂടിയായിരുന്നു. വിഷയത്തിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ പ്രസിദ്ധീകരണത്തിൽ തന്നിട്ടുള്ള കത്തിൽ പറയുന്നത് പോലെ ഇദ്ദേഹം, അതായത് G. സുകുമാരൻ നായർ എന്നയാൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞങ്ങൾ പറയുമ്പോൾ അവിഹിതമായി കടന്നു വന്നു. പൊതു സംസാരവും അങ്ങനെ തന്നെയാണ്. ചാക്കിട്ടും സോപ്പിട്ടും ചതിച്ചും വഞ്ചിച്ചും എല്ലാം കടന്നു വന്നിട്ടുള്ള അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ജീർണിപ്പിച്ചിരിക്കുക. NSS ജീർണിച്ചതുപോലെ തന്നെ നായർ സമുദായ അംഗങ്ങളും ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ NSS സ്ഥാപകൻ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ അവർ ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇദ്ദേഹം മന്നത്ത് പത്മനാഭൻ സമുദായാചാര്യൻ കൈനീട്ടി തെണ്ടി നടന്ന് സ്വരൂപിച്ച ഏക്കർ കണക്കിന് വസ്തുവകകളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഇന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്യാധീനപ്പെടുക എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഭാഗമായിട്ടാണ് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്ഥലങ്ങൾ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ പലർക്കും എഴുതി കൊടുക്കുകയും ചിലത് വില കുറഞ്ഞ രീതിയിൽ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലത് വാങ്ങിച്ചിട്ടുമുണ്ട്. വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലില്ലാത്ത വിലയ്ക്ക് വാങ്ങിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ, പരോക്ഷമായിട്ടൊന്നല്ല, പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും. എല്ലാ സ്ഥാപനങ്ങളും നശിച്ചു. കോളേജ് പോയി. ഇതെല്ലാം ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഈ പ്രത്യേകത. എല്ലാം മന്നത്തിൻ്റെ സ്വപ്നം അദ്ദേഹം തന്നെ സാക്ഷാത്കരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. കോളേജുകളായാലും മറ്റു വിദ്യാഭ്യാസ സ്കൂളുകളാണെങ്കിലും, പിന്നെ ആശുപത്രി, വ്യവസായം, സഹകരണ മേഖല, കൈ തൊടാത്ത ഒരു മേഖലയില്ല കേരള സമൂഹത്തിൽ. പക്ഷെ അതെല്ലാം ഇന്ന് പോയി, ജീർണിച്ച് നാമാവശേഷമായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തീരെ ഇല്ലാതായിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു നായർ എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഒരു സഹായമോ പിന്നെ നായർക്ക് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളോ പറയാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ഒരു താല്പര്യം വേണ്ടേ നായർക്ക് വേണ്ടി സംസാരിക്കാൻ? അതില്ല. മൂപ്പര് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ചപ്പോൾ ഒരു എന്താ പറയുക, 1-ാം കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പേര് കൊണ്ട് നിറച്ചിരിക്കുക. എങ്ങനെയാ? ഇന്ന സ്ഥാപനത്തിൽ NSSൻ്റെ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, NSSൻ്റെ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഇത് കുടുംബവൽക്കരിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ അതേ മകനും മകളും, 2 ആൺമക്കളും 1 മകളും ഇതിനകത്ത് കിടന്ന് ഗുസ്തിയാണ്. 2 മക്കൾ, 2 പെണ്ണും 2 ആണും, സോറി. അങ്ങനെ ഇതിൽ കിടന്ന് ഗുസ്തിയാണ് ഇതിൻ്റെ പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കരയോഗങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു കേസ് കൊടുത്തിരുന്നു.
കാരണം നായർ സ്ത്രീകൾ വേശികളാണ് എന്ന് പറഞ്ഞ് എഴുതിയൊരു ബുക്കുണ്ട്. ആ ബുക്ക് എഴുതിയ ആളെയാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. 2023 മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പ്രത്യേക ക്ഷണിതാവ് ശശി തരൂരായിരുന്നു. നായർ സ്ത്രീകൾ വേശികളാണ് എന്ന്, അതായത് ഭർത്താക്കന്മാർ വരുമ്പോൾ വാതിക്കൽ ചെരുപ്പുണ്ടെങ്കിൽ ഭർത്താവ് പിന്നെ അകത്ത് കയറൂല അത്രേ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി മൂപ്പർക്ക് അതുണ്ടായിട്ടുണ്ടെങ്കിൽ, ശശി തരൂരിനും അതുണ്ടായിട്ടുണ്ടെങ്കിൽ, പാലക്കാടൻ രീതിയിൽ അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷെ അത് മൊത്തം അടച്ചാക്ഷേപിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരാളെ വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ കോടതിയിൽ പോയതാണ്. അപ്പം അദ്ദേഹം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം കരയോഗങ്ങൾക്ക് NSSുമായി യാതൊരു ബന്ധവുമില്ല, അഫിഡാവിറ്റാണ്. ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പലാണ് കൊടുത്തത്. ഇത് നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. കരയോഗം എന്ന് പറയുന്നത് ഒരു സ്വന്തം ബൈലോ ഉള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥാപനം. ഇതിനെ 3 ഘടകങ്ങളായിട്ടാണ് മന്നത്ത് പത്മനാഭൻ വിവക്ഷിച്ചിട്ടുള്ളത്: കരയോഗം, താലൂക്ക് യൂണിയൻ, ഹെഡ്ക്വാർട്ടേഴ്സ്. അതിൽ താലൂക്ക് യൂണിയനും NSSും കരയോഗങ്ങളും ഇതിൽ ഭാഗവാക്കല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു, ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു മജിസ്ട്രേറ്റ്, മുൻസിഫ്. അങ്ങനെയല്ലല്ലോ, അനിൽ കർത്ത എന്ന് പറഞ്ഞ വക്കീലാണ് വാദിച്ചത്. അങ്ങനെയല്ലോ അനിൽ. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ കരയോഗം പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ അല്പം മാന്യനും എല്ലാവരും ബഹുമാനിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ കാണണ്ടേ? കരയോഗ പ്രസിഡന്റൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇത് NSനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ ഭാഗവാക്കല്ല. അപ്പോൾ പിന്നെ അയാൾ കളിയാക്കി പറഞ്ഞൊരു കാര്യം, അനിൽ കർത്ത, ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും മന്നം ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അവിടെ വന്ന് ഉച്ചയ്ക്ക് അമ്പലപ്പുഴ പാൽപായസം കൂട്ടി ഊണ് കഴിച്ച് പോകാനുള്ള ആളുകളാണ് കരയോഗം പ്രസിഡന്റുമാരെന്നാണ് പുള്ളിയുടെ വിവക്ഷ. കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞതാണ്. അപ്പം അത്രയ്ക്ക് നായന്മാരെ പരിഹസിക്കുന്ന ഒരു നേതാവാണ് തലപ്പത്തിരിക്കുന്നത്. ഞാൻ വിട്ടുപോകുന്നതൊക്കെ അദ്ദേഹം പറയൂ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥാപനങ്ങളും നശിച്ചു. എല്ലാ നായന്മാർക്ക് ഒരു ആനുകൂല്യവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ഞങ്ങൾ തന്നെ കരയോഗക്കാർ പിരിച്ചു കൊടുക്കുന്ന ജന്മനക്ഷത്ര ഫണ്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇവിടെ ചില ആളുകൾക്ക് ചില സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി സ്വത്തുള്ള ഈ പ്രസ്ഥാനം 3.5-4 കോടിയുള്ള നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയിൽ കേവലം 50 ലക്ഷം മാക്സിമം ഉണ്ടാകും നായന്മാർ. ഈ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ ഈ 50 ലക്ഷം വരുന്ന നായന്മാരെയും ഒരു പട്ടിണിയും കൂടാതെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് എബോവ് ആവറേജിൽ കൊണ്ട് എത്തിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണിത്. ജോലി ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. വ്യവസായം തുടങ്ങാനുള്ള സംരംഭമുണ്ട്. IT വികസിച്ചപ്പോൾ IT മേഖലയിലേക്ക് കിടക്കാമായിരുന്നു. വ്യവസായം, കേരളത്തിൽ എന്ത് വ്യവസായം നടത്തേണ്ടത്? അതിനുള്ള ഷുഗർ മില്ല് പൂട്ടിച്ചതാണ്, ഷുഗർ മില്ല് തുടങ്ങി കാണിച്ചതാണ്. സഹകരണ സംഘം ആ മേഖലയിലും കൈവയ്ക്കാമായിരുന്നു. ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തതാണ്. പക്ഷെ അത് വഴിയിൽ ഒരു പാസ്റ്റർക്ക് കച്ചവടം ചെയ്തു. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഉള്ള സ്ഥാപനം തന്നെ നടത്താൻ വയ്യ, പിന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം ഇത്തരം നായന്മാർക്ക് ഉന്നതി കിട്ടുന്ന നിരവധി പദ്ധതികൾ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ആളിനി അവിടെ ഇരിക്കാൻ യോഗ്യരാണോ എന്ന് സ്വല്പം മാനുഷിക ചിന്തയുള്ള ഈ മാധ്യമപ്രവർത്തകർ ചിന്തിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോണം. ഇത് കുടുംബാധിപത്യത്തിലേക്ക് പോകുന്നു. അതിലുപരി ഇത് ഒരു വിദേശ മതത്തിന് തീറെഴുതി കൊടുക്കുമോ എന്ന് ഞങ്ങൾ ശങ്കിക്കുന്നു. ഒരു വിദേശ മതത്തിൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരാളെയാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ഈ നായർ പ്രസ്ഥാനത്തെയും NSSനെയും വിദേശ മതത്തിന് തീറെഴുതി കൊടുക്കുമോ എന്ന് പോലും കേരളത്തിലെ നായർ സമുദായം ആശങ്കിക്കുന്നു. ഇപ്പം ഞാൻ പറയുന്നത് എന്തായാലും ഞങ്ങൾ ശനിയാഴ്ച 1201 തുലാം മാസം 1-ാം തീയതി, അതിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. പിന്നെ ഇത് തുലാം കഴിഞ്ഞ വൃശ്ചികമാണ്. വൃശ്ചിക മാസത്തിൽ ശബരിമല വ്രതം ആരംഭിക്കുന്ന, മണ്ഡലം കാലം ആരംഭിക്കുന്ന എൻ്റെ ആദ്യ നാളുകളിൽ മല ചവിട്ടാൻ പോകുന്ന ആളുകൾ വ്രതം എടുത്ത് തുടങ്ങുന്ന പുണ്യദിനം കൂടിയാണ് തുലാം 1. ആ ദിവസത്തിലാണ് ഞങ്ങൾ സമാധിയിലേക്ക് പുഷ്പാർച്ചനയ്ക്ക് പോകുന്നത്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒത്തുകൂടി
അവിടെ നിന്ന് കേവലം 100-200 മീറ്റർ നടന്ന് സമാധിയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. പെർമിഷൻ ചോദിച്ചിട്ട് ഇതുവരെ NSSൻ്റെ ഭാഗത്ത് മറുപടി ഉണ്ടായിട്ടില്ല. പോലീസ് പെർമിഷൻ, മൈക്ക് സാങ്ഷനും ഈ ചെറിയ ഒറ്റവരി ജാഥ നടത്തിയിട്ടുള്ള പെർമിഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവർ നോ പറഞ്ഞിട്ടില്ല. ഇതാണ് സംബന്ധിച്ച് നമുക്ക്. അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റ് കൂടി വയ്ക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ എല്ലാ എഡിഷനുകളിലും, കോട്ടയം എഡിഷനിൽ മാത്രമായിട്ട് ഒതുക്കരുത്, എല്ലാ എഡിഷനുകളിലും ഈ വാർത്ത ഒന്ന് വരുന്ന വിധം ഒരു വരിയെങ്കിലും വരണം എന്നുള്ളത് പ്രതിഷേധം നായർ സമുദായം അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് എത്തിക്കാനുള്ളൊരു റിക്വസ്റ്റ് കൂടി ഈ അവസരത്തിൽ വയ്ക്കുന്നു. 1-2 വാക്ക് ഇദ്ദേഹം കൂടി പറഞ്ഞോട്ടെ. അയർക്കുന്നൻ്റെ അമ്മനാര്. നന്ദകുമാരിയേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയണോ എന്ന് ഞാൻ ആലോചിച്ചു. 2 പ്രധാന വിഷയമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും ശബരിമലയിലെ പമ്പയിൽ നടന്ന പമ്പ അയ്യപ്പ സംഗമവും. ഈ 2 സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായ സുകുമാരൻ നായരെടുത്ത നിലപാട് നായർ സമുദായത്തിന് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. കാരണം നായർ സമുദായത്തിലെ സ്ത്രീകൾ കണ്ണീരോടെ നാമജപത്തോടെ നടത്തിയ കേസുകളിൽ പ്രതിയായവർക്ക് സംരക്ഷണം കിട്ടിയിട്ടില്ല. അവരുടെ കാര്യം പരിഗണിക്കാത്ത ഈ അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് പമ്പാ സംഗമത്തെ സുകുമാരൻ നായർ അനുകൂലിക്കുന്നത് എന്നറിയത്തില്ല. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ പബ്ലിക് റിലേഷൻ ഓഫീസർ. 2000 വരെ അവിടെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി പതിക്കുന്ന, വിജയമല്യ പതിക്കുന്ന സമയത്ത് ഞാൻ അവിടെ PRO ആണ്. 2000-ലാണ് ഞാൻ പിരിഞ്ഞു പോയത്. ഇതിന് ശേഷം ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഇതിനെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർക്ക് അഭിപ്രായമില്ല. ഒരഭിപ്രായവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇങ്ങേറ്റം വെള്ളാപ്പള്ളി വരെ അഭിപ്രായം പറഞ്ഞു ഇതിൻ്റെ അകത്ത് ക്രമക്കേടുണ്ട്. പക്ഷേ സുകുമാരൻ നായർ യാതൊരു ക്രമക്കേടും കാണുന്നില്ല. കാരണം അദ്ദേഹം ഒത്തിരി ക്രമക്കേടിൽ കുടുങ്ങിയാണ് ഇരിക്കുന്നത്. ഈ ക്രമക്കേട് പിണറായിയുടെ പോലീസ് അന്വേഷിക്കുന്നത്. അതിനാണ് അദ്ദേഹം പ്രൊട്ടക്ഷൻ. ഈ ചെമ്പു മുരാരി എന്ന് പറയുന്ന മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ബാബു പെരുന്ന കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരമാണ് N. ഭാസ്കരൻ നായർ ലാസ്റ്റ് ഗ്രേഡിൽ ജോലി കൊടുത്തു. അവിടുന്ന് പടിപടിയായി വളർന്ന് ഒരു സാമ്പത്തിക രംഗത്ത് ഒരു വടവൃക്ഷമായി അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് അദ്ദേഹം ഉയർന്ന പദവിയിലെത്തി. മുരാരി ബാബു ഏറ്റുമാനൂർ അമ്പലത്തിലിരുന്നപ്പം രുദ്രാക്ഷമാലയുടെ അപകരണം നടത്തി. അവിടെ തീവെപ്പ് നടത്തിയാണ് ഈ സംഭവങ്ങൾ മറയ്ക്കുന്നത്. ഏടരപ്പൊന്നാനെ ഉൾപ്പെടെയുള്ള കോടാനുകോടി രൂപയുടെ വിലമതിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ അവിടെ ഏത് അവസ്ഥയിലാണെന്ന് പരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വൈക്കത്തമ്പലത്തിൽ നടത്തിയ വടക്ക് പുറത്ത് പാട്ടിന് ശേഷം അവിടുന്നും കുറേ സ്വർണം നഷ്ടപ്പെട്ടു. അന്ന് അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ. അപ്പം മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊള്ളയ്ക്കും കൂട്ടിവെപ്പിനും ഒക്കെ സംരക്ഷണം കൊടുക്കുന്നതിൽ ഞങ്ങളുടെ സമുദായ നേതാവിൻ്റെ കൈയുണ്ടോ എന്ന് സംശയം. അല്ലെങ്കിൽ ഇത്രയും കൊടും കൊള്ള നടത്താൻ അദ്ദേഹം തയ്യാറാവില്ല. അതുകൊണ്ട് സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം NSSൽ എന്താണ് നടക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം NSS ഇന്ന് നായരെന്ന് പറഞ്ഞ് ഒരു വില്ലേജ് ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റുമോ? കരയോഗം സെക്രട്ടറിയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ കരയോഗം സെക്രട്ടറി ആണെന്നാൽ പോലീസുകാരൻ 2 അടി കൂടുതൽ. വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവൻ്റെ കടലാസ് എടുത്ത്. അതേസമയം എത്രയോ കേരള കോൺഗ്രസ് എത്രയുണ്ട്, കോൺഗ്രസ് എത്രയുണ്ട്, BJP, അവർക്കൊക്കെ ചെന്ന് കാര്യങ്ങൾ നേടാൻ കഴിയും. ഇവിടെ കരയോഗം സെക്രട്ടറി ആണെന്ന് പോലീസുകാരൻ 2 ഇടി കൂടുതൽ തരും. അത്രയേ ഉള്ളൂ.
അല്ലാതെ എന്ത് അഡ്രസ്സാണ് നമുക്കിന്നുള്ളത്? NDP എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. പുള്ളിക്ക് വെളുത്ത ഷർട്ടിട്ടവരെയും നല്ല കാറേ നടക്കുന്നവരെയും ഒന്നും ഇഷ്ടമല്ല, അദ്ദേഹം മാത്രമേ. എന്തെങ്കിലും സ്ഥാനത്ത് നമുക്ക് കയറി ചെല്ലാൻ ശബരിമലയും ഗുരുവായൂരും അതുപോലെ തന്നെ കേരളത്തിലെ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ രൂപീകരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി വിളിച്ച് ചോദിക്കും ആരെ വേണം. 5 MLA മാരുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അവരെയെല്ലാം കണ്ണീരും കയ്യുമായി രാമേന്ദ്രൻ നായർ, ചാലേ രാമേന്ദ്രൻ നായർ ഇവരെയൊക്കെ ഇറക്കും. KGR കർത്തായൊക്കെ അപമാനിച്ചു വിട്ടു. ഇന്ന് രാഷ്ട്രീയവും ഇല്ല, സമുദായവും ഇല്ല. ഇത് സുകുമാരൻ നായരുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നടക്കുന്നു. ആർക്കും ഒരു ഉപകാരവും. ആർക്കെന്ത് ഉപകാരം? അതുകൊണ്ട് സഖി കെട്ടിട്ട് കേരളത്തിലെ നായന്മാർ ഈ നിലപാട്, ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടും ആ നിലപാട് കൊണ്ട് സമുദായത്തിന് ഗുണമില്ലാത്തതിൻ്റെ പ്രതിഷേധ സമരങ്ങൾ സംസ്ഥാന വ്യാപകമായി. ഇപ്പം ആലുവ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനയാണ് ഈ ഘോഷയാത്ര നടത്തുന്നത്, പദയാത്ര. മറ്റു പല സംഘടനകൾ താമസം മിനിയ പല മേഖലകളിൽ സംഘടിച്ച് ഒരു കാലത്തും യുഗപ്രഭാവനായ മന്നത്തു പത്മനാഭൻ്റെ കാലം മുതൽ നാരായണ പണിക്കരുടെ കാലം വരെ ഒരു ജനറൽ സെക്രട്ടറിയുടെ കോലം അഭിമാനികളായ നായന്മാരെ കത്തിച്ചിട്ടില്ല. നായരുടെ കോലം കത്തിക്കുന്നു, പ്രതിഷേധ മീറ്റിങ്ങുകൾ നടത്തുന്നു, ബാനറുകൾ കിട്ടുന്നു. ഇത് നിർഭാഗ്യകരം. പുള്ളിക്ക് അപരനാമങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ നിർഭാഗ്യകരമാണ്. ഇത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന പ്രക്ഷോഭണത്തിൻ്റെ ഒരു ഭാഗമാണ് 1-ാം തീയതി നടക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാം. സുരേഷ് ബാബു ഒരു വാക്ക്. നമസ്കാരം, ഞാൻ സുരേഷ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഞാൻ ആലുവയിലെ അശോകപുരം എന്ന സ്ഥലത്തെ കരയോഗത്തിൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ്. മുൻകാലങ്ങളിലും 4-5 തവണ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 110 വർഷങ്ങൾ പിന്നിടുകയാണ്. ഒക്ടോബർ മാസം 31-നാണ് 1914 ഒക്ടോബർ മാസം 31-നാണല്ലോ നമ്മുടെ ഈ പ്രസ്ഥാനം രൂപീകൃതമായത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ 110 വർഷത്തെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ 2011 മുൻപും 2011 ശേഷവുമുള്ള ആ ചിത്രം വളരെ വ്യക്തമാണ്. നമ്മുടെ ആരാധ്യനായ ആചാര്യൻ എന്തെല്ലാം നായർ സമുദായത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വച്ചോ അതിൻ്റെ എല്ലാം ഇന്നത്തെ അവസ്ഥ. അദ്ദേഹം ഇത് തുടങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം മറ്റൊന്നുമായിരുന്നില്ല. വിഘടിച്ചു നിൽക്കുന്ന നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത നായർ സമുദായ അംഗങ്ങളെ ഒരു കുടക്കീഴിൽ നിർത്തി അവർക്ക് ജീവിതാനുഭവങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശ്യം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം നായന്മാർക്കായിട്ടൊരു പ്രതിജ്ഞ കൂടി രൂപപ്പെടുത്തിയിരുന്നു. ഈ നായന്മാരുടെ നല്ല കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്കതയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലും ആ രൂപപ്പെടുത്തിയ പ്രതിജ്ഞയിലും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ച് അദ്ദേഹം കാലം ചെയ്തിട്ട് ഈ 2011 വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ 2025 അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ NSS പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നതും ഉള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളുടെയും സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും സ്ഥിതിയൊന്ന് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ആലുവ സ്വദേശിയാണ്. ആലുവയിൽ NSSന് 2 മഹാക്ഷേത്രങ്ങളുണ്ട്, 2 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളും ക്ഷേത്രങ്ങളും ഒക്കെ നമുക്കറിയാം. മന്നത്താചാര്യൻ തെണ്ടി നടന്നു എന്ന് ഞാൻ പറയില്ല.
അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിയ അന്നത്തെ ജന്മികളായിട്ടുള്ള ബ്രാഹ്മണരും വലിയ കുടുംബങ്ങളും അദ്ദേഹത്തിന് പ്രസ്ഥാനത്തിന് വേണ്ടി ദാനം ചെയ്തതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. ആ കരയോഗത്തിന് 1.25 ഏക്കർ സ്ഥലവും ഒരു കൊടിമര പ്രതിഷ്ഠയുള്ള ഒരു മഹാക്ഷേത്രവും ഉണ്ട്. ഈ 1.25 ഏക്കർ സ്ഥലം ഇന്ന് കോടി വിലമതിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അവിടുത്തെ ഒരു പ്രമുഖ ബ്രാഹ്മണ കുടുംബം അത് അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, അന്യാധീനപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ പെട്ട വിലയ്ക്ക് വിൽക്കുക, അങ്ങനെയാണല്ലോ പല ഇല്ലങ്ങളും ബ്രാഹ്മണരുടെ വീടുകളൊക്കെ നശിച്ചു പോയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ എനിക്ക് എടുത്തു പറയാം, എൻ്റെ മുതിർന്നവർ കാരണവന്മാർ, എൻ്റെ പ്രദേശത്തെ ആ ലോക്കൽ ഏരിയയിൽ എൻ്റെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രമുഖ നായർ കുടുംബമാണ്. അവർ ബലാത്കാരമായിട്ട് ഈ വാങ്ങാൻ വന്നവരെയും വിൽക്കാൻ വന്ന ഈ നമ്പൂതിരിമാരെയും തടഞ്ഞു വച്ച് ആ വിൽപ്പന റദ്ദാക്കി. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു കരയോഗം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ധാരാളം കരയോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അപ്പോൾ അദ്ദേഹം മന്നത്താചാര്യൻ ഈ പ്രസ്ഥാനം തുടങ്ങിയത് എല്ലാവരെയും ഏകോപിപ്പിക്കാനാണെങ്കിലും നമുക്കറിയാം ഇന്ന് കേരളത്തിൽ മാത്രം നായരുടെ പേര് പറഞ്ഞ എത്ര സംഘടനകളുണ്ടെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ഒരു ആശയം മനസ്സിലുദിച്ചത് പല ഭാഗങ്ങളിലും ഫ്ലെക്സ് വച്ചിട്ടോ പോസ്റ്റർ ഒട്ടിച്ചിട്ടോ ഒന്നും നമുക്ക് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത് ജനഹൃദയങ്ങളിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമായിട്ടേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. ഇത് തുടക്കം മാത്രമായിട്ട്. ഇത് ഭാവിയിൽ മറ്റ് കരയോഗങ്ങളും താലൂക്ക് യൂണിയനിൽപ്പെട്ട ആളുകളുമൊക്കെ ഇത് ഏറ്റെടുത്ത് ഈ വിഷയം എത്ര ഗൗരവമുള്ളതാണെന്ന് നമ്മുടെ സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഇത് വൻകിട നേതാക്കളുടെ പരിപാടിയല്ല, സാധാരണ നായർ സമുദായത്തിലെ സാധാരണക്കാരായ അംഗങ്ങളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അത്തരത്തിൽ തന്നെ കാണണം. സാധാരണ, കാരണം നേതാക്കന്മാർക്ക് എവിടെയെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരോ അത്തരത്തിലുള്ള ഉയർന്ന നേതാക്കന്മാരൊന്നും തന്നെ പെരുന്നയിൽ വന്ന് മുഖം കാണിക്കാൻ തയ്യാറാവില്ല. പക്ഷേ ഒരു സാധാരണ നായന്മാർ എത്തിപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അയ്യപ്പ സംഗമത്തിലൂടെയാണ് ഇപ്പോൾ ഇദ്ദേഹം നേരെ അയ്യപ്പ സംഗമം ഒരു നിദാനമായി, അയ്യപ്പസ്വാമി ഇതിനൊരു കാരണമായി. നിരവധി ഞങ്ങളൊക്കെ നിലവിൽ അദ്ദേഹത്തിനെതിരെ ഒരു കഴിഞ്ഞ 4-5 വർഷമായി ഹൈക്കോടതിയും കീഴ്ക്കോടതിയൊക്കെ ആയിട്ട് കേസ് കൊടുത്ത് നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കോടതി ഒരു വിധിയിലേക്ക് എത്തുന്നില്ല. ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു പോവുക. ഒരു നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ വക്കീലന്മാർ ഹാജരാകാതിരിക്കുക, വേറെ ഏതെങ്കിലും വക്കീലന്മാരെ വെക്കുക, ഹിയറിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഉണ്ടാവില്ല. അങ്ങനെ നീണ്ടു പോകും. ഇപ്പോൾ നമ്മുടെ ലാവലിംഗ് കേസ് നീണ്ടു പോകുന്ന പോലെ ആണ് ഇതും. അറിയാലോ, സമുദായ നേതാക്കളുടെ കേസുകൾ കോടതികൾ ഒന്ന് ബ്രാക്കറ്റിലിട്ടേ എടുക്കുള്ളൂ. കോടതി അലക്ഷ്യം പറയല്ല കേട്ടോ, സാമാന്യ രീതി അങ്ങോട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് വാർത്തയല്ല, ഒന്നുമില്ല. റെക്കോർഡ് ആർക്കും പറയരുത്, കാരണം ഞങ്ങൾ കേസ് കൊടുത്തിട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതാണ്, നമ്മൾക്കൊക്കെ മനം മടിപ്പിച്ച് നമ്മൾ ഇട്ടു പോകുക. പക്ഷെ അങ്ങനെ പോകില്ല. ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ ഒരു വക്കീൽ പറഞ്ഞു, ഇത് കേസ് കൊടുത്തവർ ചത്തുപോയാലും കോടതി പറഞ്ഞത് ഹൈക്കോടതിയിൽ കേസ് തന്ന കക്ഷികൾ മരിച്ചു പോയാലും കേസ് തീരുമല്ലോ, ഇതിങ്ങനെ നീണ്ടുപോയാലും എന്ന് പറഞ്ഞു. ജഡ്ജിയും ചിരിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു നിമിത്തം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൽ അയ്യപ്പസ്വാമി ഇദ്ദേഹത്തിൻ്റെ ഈ രൂപത്തിൽ ഇപ്പോൾ വന്നുപെട്ടു, ഒരു മുരാരിയായിട്ട് കടന്നു വന്നു. വീണ്ടും അതിനിപ്പോൾ കൂടുതൽ വിപ്ലവങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെ തസ്കര വിപ്ലവങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നെ എവിടെ നിന്നൊക്കെയോ വാർത്തകൾ കിട്ടുന്നു, ഞങ്ങളത് വായിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതിനാണല്ലോ നിങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങളുടെയും കൂടി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്, നിങ്ങളുടെ പ്രചോദനവും പ്രലോഭനവുമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ എഡിഷനുകളിലും ഇതൊന്ന് എത്തിക്കണം, ഒരു വരിയെങ്കിലും എഴുതി കിട്ടണം. അല്ലെങ്കിൽ
ഇത് നിസ്സാരമാക്കി കളയരുത്. വളരെ രൂക്ഷമായ സംഭവമാണ്. നായന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷത അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് റേഷൻ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും സമുദായത്തിൻ്റെ സംഘടന ഉള്ളപ്പോൾ അതൊരു താങ്ങും തണലും ആകേണ്ടതിന് പകരം കേവലം കുടുംബസ്വത്തായി മാറ്റുന്നു എന്നുള്ളത് വേദനാജനകമാണ്. ഞങ്ങൾക്കോ ശൂന്യം. അതാരുമാവട്ടെ, നമുക്ക് നായരെ സഹായിക്കുന്ന നായർ സമുദായ അംഗങ്ങളെ, ഇപ്പോൾ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ മന്നത്തിന് സ്വപ്നം, നമ്മൾ ഒരു സമുദായത്തോടും അലർജി ഉള്ളവരല്ല. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടണ്ടേ? കോടീശ്വരന്മാരൊന്നും ആകണ്ട. അത്യാവശ്യം പട്ടിണി മാറ്റാനുള്ള സംവിധാനം ചെയ്യാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. ആ സ്വത്തിൽ ക്രിയാത്മകമായി പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നായർ സ്ത്രീകൾക്കും നായർ യുവാക്കൾക്കും, ഇന്നിപ്പോൾ ആരും ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങിയാൽ, ഒരു IT മേഖല തുടങ്ങിയാൽ, എന്തുകൊണ്ട് ഇപ്പം ഇൻഫോ പാർക്കിലൊക്കെ യൂണിറ്റുകൾ ഉണ്ടാക്കാറില്ല? അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയല്ലേ? അവിടെ ഒരു ഇൻഫോ പാർക്ക് പോലെയുള്ള മറ്റൊരു എന്തെങ്കിലും ഒരു ടെക്നോ പാർക്ക് തുടങ്ങാൻ പാടില്ലേ? അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള അറിവുള്ള ശാസ്ത്രജ്ഞർ പോലും ഈ സമുദായത്തിനുണ്ട്. അവരെയൊന്നും മൂപ്പര് വില വയ്ക്കില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് കടന്നു പോയാൽ അവൻ നായർ സമുദായ വിരുദ്ധനായി മാറും. അല്ലെ, എത്രയോ സയന്റിസ്റ്റുകളുണ്ട്, ISRO ചെയർമാന്മാരായ ആളുകളുണ്ട്. അവരൊക്കെ പുള്ളിക്ക് പുല്ലു വിലയാണ്. എന്തോ അതെ, വൈറലാണല്ലോ സോഷ്യൽ മീഡിയയിൽ. ഓ, മന്ത്രിയാണ്. ഗായൽ തുടങ്ങി ഇറിൽ അവസാനിക്കും. ഇലക്ഷൻ പറഞ്ഞു. ഇതിന്റെ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് NSSൽ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റിയ ആകെ ഇതിന്റെ പരമാധികാര സഭയിൽ 300 പേരാണ്. അതിൽ അല്ലല്ല, ഈ 300 പേരിൽ ഓരോ വർഷവും 150 പേര് മാറി മാറി വരും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 151 പേര് മതി. കാരണം ഈ സ്കൂളിൽ അധ്യാപകരുടെ ഭാര്യ അധ്യാപികയാണെങ്കിൽ ഭർത്താവിന് മാറി വോട്ട് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും സ്ഥലത്തിൽ 151 പേരുണ്ടെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ജനറൽ സെക്രട്ടറി. പരമാധികാര സഭ എന്ന് പറയുന്ന 300 പേരാണ്. അത് കരയോഗത്തിൽ നിന്ന് നായന്മാർ ഒരുത്തരെ തിരഞ്ഞെടുത്ത് അവനെ ഒരു പിയൂൺ ജോലി കൊടുത്താൽ അവൻ്റെ അച്ഛൻ എതിര് നിൽക്കുമോ? അതാണ് NSSന്റെ മന്നത്ത് ആചാര്യൻ ഉണ്ടായിരിക്കുന്ന ബയലും അനുസരിച്ച് 151 പേരെ പുള്ളി കസ്റ്റഡിയിൽ എടുത്താൽ മതി. എന്താ കാര്യം വെച്ചാൽ 300 പേരാണ് നമ്മുടെ രാജ്യസഭ പോലെയുള്ള സംവിധാനമാണ്. 300 പേരടങ്ങുന്ന ജനപ്രതിനിധി സഭയാണ്. അത് 60 യൂണിയനുകളാണ്, താലൂക്ക് യൂണിയനുകളാണ് ഇതിലുള്ളത്. ആ 60 യൂണിയനുകളിൽ ചിലരിൽ 3ഉം 4ഉം പ്രതിനിധി സഭ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട് വരാനുള്ളവരുണ്ട്. അല്ലേ, ഒരു ആവറേജ് അങ്ങനെ എടുക്കുമ്പോൾ ഒരു 5 പേര് ഒരു യൂണിയനിൽ നിന്ന് വരേണ്ടതാണ്. ചിലത് വിശാലമായ വലിയ ഏരിയയൊക്കെ ആണെങ്കിൽ അവിടെ 5 എണ്ണം കിട്ടും. ആ ചെറിയ താലൂക്ക് യൂണിയൻ ആണെങ്കിൽ 3ഓ 4 എണ്ണോ. ഇപ്പം ഞങ്ങൾ ആലുവ 4 പേരാണ്. അത് പൂർണ്ണമായ പിന്തുണ കിട്ടുമല്ലോ. കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം കൊടുത്തിട്ടുള്ള ആളുകളുടെ ഭർത്താക്കന്മാരായിരിക്കും, അല്ലെ ഏതെങ്കിലും ആശ്രിതരായിരിക്കും. NSSൽ ഇത്രയും വലിയ മേഖലയിൽ അല്ലാതെ പറഞ്ഞുതരാം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അറിവിൽ ഇത് നമ്മൾ നീട്ടിക്കൊണ്ട് പോകല്ല കേട്ടോ. ചോദ്യത്തിന് മറുപടിയാണ്. കരയോഗത്തിലെ പ്രതിനിധി എന്ന് പറയുന്നത് ഈ എല്ലാ കരയോഗങ്ങളിലും 3 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതിനകത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ആദ്യം എത്രയാണോ അവിടെ അതൊക്കെ നിശ്ചയിക്കപ്പെട്ടതുണ്ട്. ഞങ്ങളുടെ കരയോഗത്തിൽ 11 പേരാണെങ്കിൽ 11 പേരെ തിരഞ്ഞെടുക്കണം 3 വർഷം കൂടുമ്പോൾ. ചിലത് 15 പേരുണ്ട്. അല്ലേ, 15 വരെ ആകാം ഒരു കരയോഗത്തിൽ കമ്മിറ്റി മെമ്പർമാർ. ആ കമ്മിറ്റി മെമ്പർമാരിൽ നിന്നാണ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് 5 ഭാരവാഹികൾ, ട്രഷറർ, വൈസ് പ്രസിഡൻ്റൊക്കെ അടക്കം വരുന്നത്. ഇത് കൂടാതെ ഒരു താലൂക്ക് യൂണിയൻ മെമ്പറും ഒരു ഇലക്ട്രൽ മെമ്പറും ഉണ്ടാവും. താലൂക്ക് യൂണിയൻ മെമ്പർക്ക് താലൂക്കിൻ്റെ പ്രതിനിധികളെ, നേതാക്കളെ നിശ്ചയിക്കാനുള്ള വോട്ടവകാശമുള്ള ആളാണ്. ഇലക്ട്രൽ മെമ്പറാണ് പ്രതിനിധി സഭയിലേക്ക് കൊണ്ടുവരേണ്ട ആളുകൾക്ക് വേണ്ടി താലൂക്ക് തലത്തിൽ വോട്ട് ചെയ്യേണ്ട ആളും ജനറൽ സെക്രട്ടറി ആകാൻ പോലും പ്രാപ്തരായ ആളുകൾ അല്ലെങ്കിൽ അവകാശമുള്ള ആൾ. ഞാൻ ഇലക്ട്രൽ മെമ്പറും
കരയോഗ പ്രസിഡന്റും കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് നാളെ മത്സരിക്കണം എന്ന് തോന്നിയാൽ മത്സരിക്കും. പക്ഷേ മത്സരിക്കണം തോന്നണമെങ്കിൽ വരണമെങ്കിൽ താലൂക്കിൽ നിന്ന് കയറി വരണം. അപ്പോൾ ഈ താലൂക്കുകൾ ഇവിടെ ഡിപ്പെൻഡബിളാണ്. അവിടെയാണ് ഈ പറഞ്ഞത് താലൂക്ക് പ്രസിഡന്റുമാരും ഭാരവാഹികളും എന്ന് പറയുന്നതിൻ്റെ ആരെങ്കിലുമൊക്കെ ഈ NSS കേന്ദ്ര സമിതിയുമായി ഏതെങ്കിലും വിധത്തിൽ വല്യച്ഛൻ്റെയോ വല്യമ്മയുടെയോ അമ്മാവൻ്റെയോ അമ്മായിയുടെയോ ഒക്കെ മക്കൾ ഇവിടെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ഉണ്ടാവും. അപ്പോൾ ഞാൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു എങ്കിൽ എൻ്റെ വല്യച്ഛൻ്റെ മകൻ ഈ സ്കൂളുകളിലോ അല്ലെങ്കിൽ NSSുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ അയാളുടെ പേര് ഒരു സജി എന്നാണെങ്കിൽ ആ സജിയെ വിളിച്ചിട്ട് ഇവിടുന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രജിസ്ട്രാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വിളിച്ചിട്ട് പറയും നന്ദകുമാർ മത്സരിക്കാൻ പോകുന്നുണ്ട്, അയാളോട് മാറാൻ പറ എന്ന് ഇവിടുന്ന് തിട്ടൂരം കൊടുക്കും. സ്വാഭാവികമായും ആ സജി വന്ന് എന്നോടത് പറയും, ചേട്ടാ പ്ലീസ് എൻ്റെ ജോലിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുവര്. അപ്പോൾ സ്വാഭാവികമായി അവൻ്റെ ജോലി കളഞ്ഞിട്ട് എനിക്ക് സമുദായ പ്രവർത്തനം വേണ്ട എന്ന മൈൻഡിലേക്ക് ഞാൻ എത്തും. അപ്പോൾ എനിക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെയുള്ള പീഡനങ്ങളും ഭീഷണികളും മൂലമാണ് ഈ പ്രസ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 300 തീർച്ചയായിട്ടും ഇവരുടെ തിട്ടൂരം നടപ്പിലാക്കാനാണ് യൂണിയൻ സെക്രട്ടറിമാർ ശമ്പളം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ശമ്പളം, ഇവരുടെ സ്റ്റാഫാണ്. ഒരു കരയോഗവും ഇപ്പോൾ എൻ്റെ കരയോഗം അതും കൂടി പറയാലോ, ഞാൻ കേസ് കൊടുത്ത 2022 എനിക്ക് അതിന് ഒരു കലണ്ടർ പോലും ഞങ്ങളുടെ കരയോഗത്തിന് കിട്ടുന്നില്ല. ഒരു കലണ്ടർ തരില്ലാന്ന്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ജന്മനക്ഷത്ര കൂപ്പൺ തന്നുകൊണ്ട് പിരിക്കാൻ പറയും. ഓരോ കരയോഗത്തിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ചാണ് ഇവിടെ തരിക. അപ്പോൾ അത് 5000 വാങ്ങിക്കുന്നവരുണ്ട്, 1,00,000 രൂപ വരെ വാങ്ങിക്കുന്ന കൂപ്പൺ വാങ്ങിക്കുന്നവരുണ്ട്, കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ആ ചുരുക്കമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇപ്പം ഞങ്ങളുടെ കരയോഗത്തിനകത്തില്ല. എന്നുവെച്ചാൽ ഇനി തെരഞ്ഞെടുപ്പ് വരണം. തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോൾ ഇവർ സമ്മതിക്കില്ല. ഒരു 40-45% കരയോഗങ്ങൾ നിർജ്ജീവമാണ്. അവർക്ക് തെരഞ്ഞെടുപ്പില്ല, ഭാരവാഹികളില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. 6000 കരയോഗമുണ്ട്. അതിൽ പറയാം 6636 ഏതാണ്ട് പകുതിയിലധികം കരയോഗങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പകുതിയിൽ താഴെയുള്ളവർ നിർജ്ജീവമാണ്, പ്രവർത്തനക്ഷമമല്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഭാവുകങ്ങൾ അവിടെ കാണണം. പെരുന്നേല് 1-ാം തീയതി തുലാം 1-ന് രാവിലെ കാണാം.